നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലൊക്കേറ്റ് റൂട്ട് 3 ഓൺ നമ്പർ ലൈൻ. ഓക്കെ, നമ്മൾ നേരത്തെ റൂട്ട് 2 നമ്പർ ലൈനിൽ വരക്കാൻ പഠിച്ചു. ഇന്ന് നമ്മൾ റൂട്ട് 3 നമ്പർ ലൈനിൽ വരക്കാൻ പോവാണ്. ഓക്കെ, നമ്മളപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഫസ്റ്റ് നമ്മൾ ആദ്യം നമ്പർ ലൈൻ കൺസ്ട്രക്ട് ചെയ്യുക. നമ്മുടെ നോർമൽ നമ്പർ, അതായത് സാധാരണ നമ്മൾ വരക്കുന്ന പോലെ 0, 1, 2, 3 അങ്ങനെ വരക്കുക. ഇപ്പോഴത്തേക്ക് 2-3 നമ്പേഴ്സ് മാർക്ക് ചെയ്യുക. -1, -2, -3 അങ്ങനെ കുറച്ച് നമ്പേഴ്സ് മാർക്ക് ചെയ്യുക. ഓക്കെ, നമ്മൾ സാധാരണ വരക്കുന്ന നമ്പർ ലൈൻ. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുക? ആദ്യം നമ്മൾ റൂട്ട് 2 അങ്ങോട്ട് കൺസ്ട്രക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ സാധാരണ എങ്ങനെ ചെയ്യുക? ഒന്ന് എ വരെ, അതായത് നമ്മൾ 0-1 വരെ മാർക്ക് ചെയ്യുക. 1 സെൻറ്റിമീറ്റർ, ഇതിനിടയ്ക്കുള്ള എല്ലാ ഗ്യാപ്പും 1 സെൻറ്റിമീറ്റർ തന്നെ എടുക്കുക. ഓക്കെ, കറക്റ്റായിട്ട് മെഷർ ചെയ്തിട്ട് 1 സെൻറ്റിമീറ്റർ ഗ്യാപ്പ് ഇട്ട് തന്നെ ഇതെല്ലാം മാർക്ക് ചെയ്യുക. നമ്മുടെ സ്കെയിലിൽ എങ്ങനെയാണുള്ളത് അത് അങ്ങനെ തന്നെ മാർക്ക് ചെയ്യുക. ഓക്കെ, എന്നിട്ട് ഇവിടെ ഞാൻ ഇത് മാർക്ക് ചെയ്തു. ഇതെൻ്റെ ഒ, ഇതെൻ്റെ എ. ഓക്കെ, എയിന്ന് 90 ഡിഗ്രി കൺസ്ട്രക്ട് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഈ എയിന്ന് 1 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യാം. ഓക്കെ, ഇത് ഒരു പേരിടുക ബി. ഓക്കെ, ഇനി ഓയും ബിയും കൂടെ ജോയിൻ ചെയ്യാം. ഇപ്പം കിട്ടിയേക്കണ ഈ ഒ ബി അതാണ് എൻ്റെ റൂട്ട് 2. ഇതെങ്ങനെ കിട്ടുന്നതെന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. എന്തുകൊണ്ടാണ് റൂട്ട് 2 ആവുന്നതെന്നൊക്കെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ഓക്കെ, അത് നോക്കിയാൽ മതി. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ ബി എന്ന് പറയുന്ന ഈ പോയിന്റ് ഇല്ലേ, ഈ ബി എന്ന് പറയുന്ന പോയിന്റ്, പിന്നെ ബേസ് ഈ ഒ ബിയുമായിട്ട് കൺസിഡർ ചെയ്യുക. അതായത് നമ്മൾ പ്രൊട്രാക്ടർ വന്നിട്ട് ഈ ഒ ബിയിൽ വെക്കുക. എന്നിട്ട് അതായത് സെൻറ്റർ കോയിൻസൈഡ് ബിയിൽ വെക്കുക, 0 കോയിൻസൈഡ് ഇത് ഈ വരയിൽ വെക്കുക. ഓക്കെ, ഈ വരയിൽ നമ്മൾ നമ്മുടെ ബേസ് ആക്കിയിട്ട് ആ വരയിൽ വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഇവിടെ നിന്ന് 90 ഡിഗ്രി കൺസ്ട്രക്ട് ചെയ്യുക. ഓക്കെ ഓക്കെ, അതായത് നമ്മൾ എന്താ ചെയ്യേണ്ടത്? കൂടുതലൊന്നുമില്ല, അതിന് സിമ്പിളാണ്. ഇവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ പ്രൊട്രാക്ടർ വെക്കുക. ഓക്കെ, അപ്പോൾ 0 ഇവിടെ ഇരിക്കണം. ഓക്കെ, എന്നിട്ട് ഇവിടെ നിന്ന് 90 ഡിഗ്രി കൺസ്ട്രക്ട് ചെയ്യാം. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യണം? ഇപ്പോൾ 90 ഡിഗ്രി നമ്മൾ കൺസ്ട്രക്ട് ചെയ്തല്ലോ ഒരു വര. ഓക്കെ, അതിൽ 1 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ 1 സെൻറ്റിമീറ്റർ. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യണം? ഈ 1 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്ത പോയിന്റ് ഡി. ഓക്കെ, എന്നിട്ട് ഈ ഒയും ഡിയും കൂടി ജോയിൻ ചെയ്യാം. ഓക്കെ, അതായിരിക്കും റൂട്ട് 3. ഓക്കെ, അതെങ്ങനെ കിട്ടുന്നത് നമുക്കൊന്ന് നോക്കാം. അതിൻ്റെ ഇതാണ് മെത്തേഡ്. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടത്? ഇനി ഈ ഒ ഡിയില്ലേ, ഈ ഒ ഡിന്ന് നമ്മളെടുത്ത ഈ ലെങ്ത് ഇല്ലേ, ഈ ഒ ഡിന്ന് എടുത്ത ഈ ലെങ്ത് അത് കോമ്പസിൽ മെഷർ ചെയ്യുക. എന്നിട്ട് ഈ ഓയിൽ കൊണ്ടുവന്ന് കോമ്പസിൻ്റെ ലെഗ് വെച്ചിട്ട് ഇതിങ്ങനെ മെഷർ ചെയ്യുക. കോമ്പസിൽ മെഷർ ചെയ്യുക എന്തോരം ഉണ്ടെന്ന്. എന്നിട്ട് ഓയിൽ കോമ്പസിൻ്റെ ഒരു ലെഗ് വെക്കുക. എന്നിട്ട് ഇങ്ങനെ ആർക്ക് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ കൊണ്ടുവന്ന് മാർക്ക് ചെയ്യുക. ഓക്കെ, ആർക്ക് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ കൊണ്ടുവന്ന് മാർക്ക് ചെയ്യുക. അപ്പോൾ ഏതാണ്ട് ഇവിടേക്ക് ആയിട്ട് വരും. കറക്റ്റായിട്ട് നമ്മൾ കോമ്പസിൽ മെഷർ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. നമ്പർ ലൈനിൽ എവിടെയാണോ വരുന്നത് ആ പോയിന്റിന് വേറൊരു പേരിടുക, ക്യൂവോ റാൻഡമായിട്ടൊരു പേരിടുക. ഓക്കെ, ലെറ്റർ ഇടുക. അതാണ് റൂട്ട് 3 ഓൺ നമ്പർ ലൈൻ. അപ്പോൾ ഈ ഒരു പോയിന്റ് ഇല്ലേ, ഈ ക്യൂ എന്ന് പറഞ്ഞ പോയിന്റ്, അതാണ് നമ്പർ ലൈനിൽ നമ്മുടെ റൂട്ട് 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, നമുക്കിത് എങ്ങനെയാണ് റൂട്ട് 3 ആവുന്നതെന്ന് നമുക്ക് നോക്കണ്ടേ? നമ്മൾ നേരത്തെ എടുത്ത പിക്ചറിൽ എങ്ങനെയായിരുന്നു നമ്മൾ പറഞ്ഞേച്ചത്? എങ്ങനെയായിരുന്നു? ഇതിനകത്ത് ബേസ് എത്രയാണ്? ഇത് റൂട്ട് 2 ആണ്, ശരിയല്ലേ? ഇതെത്രയാണ്? 1 ആണ്. ഇത് നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, അതറിയില്ല. അപ്പോൾ അത് റൂട്ട് 3 ആണ് നമുക്ക് അറിയില്ലല്ലോ. ആദ്യം നമ്മൾ വരച്ചു വരുമ്പോഴേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ബേസ്, അപ്പോൾ നമുക്ക് ഇക്വേഷൻ അറിയാം. ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. ഹൈപ്പോട്ടന്യൂസ് നമുക്കറിയാം. ഹൈപ്പോട്ടന്യൂസ് എത്രയാണ്? ഹൈപ്പോട്ടന്യൂസ് നമുക്ക് അറിയത്തില്ല. ബേസ് നമുക്കറിയാം റൂട്ട് 2 ആണ്. റൂട്ട് 2 സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് എന്താ? 1 തന്നെ അല്ലേ? 1 സ്ക്വയർ. ഓൾട്ടിറ്റ്യൂഡ് മീൻസ് ഹൈറ്റ്. സോൾവ് ചെയ്യുക. റൂട്ട് 2 സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്താ? റൂട്ട് 2 സ്ക്വയർ ഇസ് 2 അല്ലേ? റൂട്ട് 2 ഇൻറ്റു റൂട്ട് 2. റൂട്ട് 2 ഇൻറ്റു റൂട്ട് 2 ആണ് റൂട്ട് 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ. റൂട്ട് 2 ഇൻറ്റു റൂട്ട് 2 2 ആണ്. 2 പ്ലസ് 1 സ്ക്വയർ മീൻസ് വാട്ട്? 1. അപ്പോൾ 2 + 1 എന്താണ്? 3. എച്ച് സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ആണ്. അപ്പോൾ എച്ച് എന്ന് പറയുമ്പോൾ എന്താണ്? റൂട്ട് 3. സ്ക്വയർ അപ്പർ സൈഡിലേക്ക് പോകുമ്പോൾ റൂട്ടായിട്ട് മാറും. അങ്ങനെയാണ് എനിക്ക് ഈ ഒരു പോർഷൻ റൂട്ട് 3 എന്ന് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ റൂട്ട് 3 ഓൺ നമ്പർ ലൈൻ കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഓക്കെ, സോ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്.